കൂട്ടുകാരെ, ഇതാണ് ഞാൻ ആ പറഞ്ഞ അമ്പലം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇതിനകത്തോട്ടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതാ ചേച്ചി ഇപ്പോൾ പറഞ്ഞു, അവിടെ കൗണ്ടറിൽ നിന്നിട്ട് പറയാപ്പോൾ പറഞ്ഞു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര ദൂരത്ത് നിന്ന് എടുക്കുന്നത്. അവരൊക്കെ ഓരോ പൂജയ്ക്ക് പൈസ കൊടുക്കാനായിട്ട് കയറി നിൽക്കുന്നത്, ടോക്കൺ എടുക്കാൻ. അതുകൊണ്ട് ഞാൻ അവരുടെ ഈ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഞാൻ എതിരായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാനിങ്ങ് തൽക്കാലം ഇറങ്ങുവാണ്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, പഴയ രാജകീയ സമയത്തുള്ളതാണ്. നമുക്കതുകൊണ്ട് താഴോട്ട് ഇറങ്ങാം. അതാണ് ആ സ്റ്റെപ്പ്. ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതവിടെ നേരെ റോഡിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഞാനിത് വന്ന വഴി ഇവിടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോയിൽ. ഇദ്ദേഹമാണ് അവിടുത്തെ പൂജാരി, തിരുമേനി അവിടുത്തെ ആളാണ്. നമ്മുടെ പേരെന്താ? കൃഷ്ണൻ നമ്പൂതിരി എന്നാണ് പേര്. അദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരി. ശരിയാണ്. ഇനി ഇവിടെ കാണാനായിട്ടുള്ളത് അമ്പലത്തിനകം എനിക്ക് കാണിക്കാൻ സാധിക്കില്ല. ഇത് അമ്പലത്തിൻ്റെ കുളത്തിലേക്കുള്ള ഭാഗമാണ്. ഇത് സ്ത്രീകൾക്ക് കുളിക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ സ്ത്രീകൾക്ക് കുളിക്കാനായിട്ടുള്ള, അതായത് അന്ന് അന്തർജനം എന്ന് പറയത്തില്ലേ, അവർക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വന്ന് സാധാരണ ആൾക്കാരൊക്കെ കുളിക്കാറുള്ളത്. രാജകീയ ഭരണമൊക്കെ മാറിപ്പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അത് അതിഭയങ്കരമായിട്ടുള്ളൊരു കുളമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കുളമാണ്. അപ്പുറത്തൊരു ചേച്ചി കുളിക്കുന്നുണ്ട്. ആ ചേച്ചി ഒന്ന് കടന്നു നോക്കട്ടെ. ഞാൻ എന്നിട്ട് ആ സൈഡിലോട്ട് കാണിക്കാം. ഇവിടെയാണ് ഇത് സ്ത്രീകൾക്ക് അന്തർജനം അവർക്കൊക്കെ കുളിക്കാനായിട്ടുള്ളത്. പിന്നെ പുരുഷന്മാർക്ക് കുളിക്കാനായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച ചേച്ചി കടന്നുപോയി, അവരെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചില്ല, അതുകൊണ്ടാണ്. ഇവിടെയാണ് പുരുഷന്മാരൊക്കെ വന്ന് കുളിക്കാറുള്ളത്. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ ഇവിടെ നിന്നാണ് കുളിച്ചത്. കാരണം മറ്റുള്ള പുരുഷന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അമ്പലക്കുളം. അത് ഒരുപാട് മീനൊക്കെ ഉണ്ട്, പേര് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. ഇത് ചുറ്റും മതിലാണ്. ഇപ്പോൾ കാടൊക്കെ കയറി നിൽക്കുകയാണ്. ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലമാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അങ്ങോട്ട് കടക്കുന്നിടത്തേ ഭയങ്കര കാടാണ്. എന്നിരുന്നാലും നമുക്ക് പോവാം. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അങ്ങോട്ട് കയറുന്നിടത്തോടെ അകത്തൂടെ പോകുമ്പോൾ നമുക്ക് പേടി തോന്നും. മാതിരി ഇരുട്ടും